നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഫ്രിഡ്ജിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ചാത്തടുത്തുപറമ്പിൽ ദമ്പതികളായ അഭിഷേക്, അപർണ എന്നിവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ ഫ്രിഡ്ജിനുള്ളിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. ഫ്ളാറ്റിലെ ശൗചാലയത്തിൽ വെച്ചാണ് കുഞ്ഞ് പുറത്തു വന്നത്. നഴ്സിംഗ് പഠിച്ചിട്ടുള്ളതിനാൽ സ്വയം ഭ്രൂണം വേർപെടുത്തി കളയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. രഹസ്യവിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസിന്റെ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം നടത്തുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കൊടുങ്ങല്ലൂരിൽ ഒരു ഫ്രിഡ്ജിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന്. സ്വാഭാവികമായും ആദ്യം സംശയിക്കുന്നത് ഇതൊരു കൊലപാതകമാണോ എന്നാണ്. കൊലപാതക സാധ്യത തേടിയായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. പക്ഷേ ആ യുവതിയുടെ മൊഴി ഇതാണ്: മാസം തികയാതെ പ്രസവിച്ചു, പിന്നീട് അതിനെ ഉപേക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം, പ്രയാസം കാരണം, വിഷമം കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നാണ്. ഇത് പോലീസ് എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? ടോം, 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഫീറ്റസ് ആണ് ഫ്രിഡ്ജിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ചും ഈ യുവദമ്പതികൾ, അതായത് അവർ കുറച്ച് 3 മാസമായി അവിടെ തന്നെ താമസിച്ചു വരികയാണ്. അത് കൊടുങ്ങല്ലൂരിലുള്ള ഒരു സ്വകാര്യ ഫ്ളാറ്റിലാണ് ദമ്പതികളായ അഭിഷേകും അപർണയും താമസിച്ചു വന്നിരുന്നത്. ഈ 3 മാസത്തിന് മുൻപ് താൻ ഗർഭിണിയായിരുന്നു. അത് വയറുവേദനയെ തുടർന്ന്, അതായത് ഗർഭം അലസിയ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും താൻ നഴ്സ് ആയതുകൊണ്ട് തനിക്ക് അത് ഫീറ്റസ് റിമൂവ് ചെയ്യാനുള്ള സാങ്കേതികത അറിയാവുന്നത് കൊണ്ടാണ് അത് തനിയെ കട്ട് ചെയ്ത് അത് കളയാനുള്ള ഒരു അസൗകര്യവും ഒരു മാനസിക ബുദ്ധിമുട്ടും കൊണ്ടാണ് അതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതെന്നാണ് അപർണ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. അങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭ്രൂണം കണ്ടെത്തുകയും ചെയ്തിരുന്നത്. അതിനുശേഷം, അതായത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഗർഭസ്ഥ ശിശുവിനെ 3 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അസ്വാഭാവിക മരണത്തിനാണ് കൊടുങ്ങല്ലൂർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഇത് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ദമ്പതികളാണ് എന്ന് അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. അതായത് അവരുടെ ഭർത്താവാണ് അഭിഷേകുമായി ഒന്നിച്ച് താമസിച്ചു വരുന്ന സാഹചര്യത്തിലാണ് താൻ ഗർഭിണിയാവുകയും ഇത്തരത്തിൽ ഗർഭം അലസിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കടുത്ത വയറുവേദനയെ തുടർന്നാണ് 3 മാസം ഗർഭിണിയായിരുന്ന തന്റെ 3-ാം മാസത്തിലാണ് ഈ ഗർഭം അലസിപ്പോകുന്നത്. അതേ തുടർന്ന് ഈ ഫീറ്റസ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയായിരുന്നു എന്ന് പറയുന്നു. മാനസികമായ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ, അതായത് അപർണയുടെ ഭാഗത്തു നിന്നും പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഈ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞല്ലോ ഈ വിവരം ലഭിച്ചത്. അങ്ങനെയാണ് പോലീസ് ഈ വിഷയം അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷണത്തിന് ശേഷം ഈ ദമ്പതികളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ വിവരം അവര് വെളിപ്പെടുത്തുന്നത്. മാനസികമായി ഈ ഭ്രൂണം കളയുന്നത്, കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം കൊണ്ട് ആ ഭ്രൂണം കളയുന്നതിനുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയും അതേ തുടർന്ന് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമായിരുന്നു എന്നാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിരീക്ഷണത്തിലാണ് ഈ ദമ്പതിമാരുള്ളത്. അഭിഷേകും അപർണയും കൂടുതൽ നിരീക്ഷണത്തിലാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. പ്രത്യേകിച്ചും ഇത് നേരത്തെ ഇവർക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുമായിട്ടുള്ള മാനസിക അറ്റാച്ച്മെന്റ് മൂലം ഏതെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടോ, അതിന് മറ്റെന്തെങ്കിലും സൈക്കോളജിക്കൽ തെറാപ്പിയോ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ പോലീസിന് ആവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നിലവിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 194, അതായത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ആജ്ഞ, നമുക്കറിയാം സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു അമ്മയാകുക എന്ന് പറഞ്ഞാൽ, കുഞ്ഞിനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വൈകാരികമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറെ ഇതിനുവേണ്ടി നാളുകളായി കാത്തിരിക്കുന്ന ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. സ്വാഭാവികമായും ആ ഒരു കുഞ്ഞ്, അങ്ങനെ കാത്തിരുന്നൊരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അവർക്കുണ്ടാകും. ഈ പ്രസവാനന്തരം ഉണ്ടായ മാനസിക പ്രശ്നങ്ങൾ
ആ കുഞ്ഞിനോടുള്ളൊരു നഷ്ടപ്പെട്ടതിൻ്റെ വേദന, അത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു കൗൺസിലിങ്ങിനൊക്കെ അവരെ വിധേയരാക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ തുടക്കത്തിൽ പോലീസ് സംശയിച്ചത്, നമ്മൾ ഈ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം പല വാർത്തകൾ കേൾക്കുമ്പോഴും ആദ്യം ചിന്തിക്കുന്നത് ഈ കുഞ്ഞിനെ മാതാപിതാക്കൾ കൊലപ്പെടുത്തിയതാകാം എന്നാണ്. പക്ഷെ ഒരു 3 മാസം മാത്രം പ്രായമുള്ളൊരു ഭ്രൂണമാണ്, ഒരു ഗർഭസ്ഥ ശിശുവാണ്. അങ്ങനെ ഒരു കൊലപാതക സാധ്യത പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ടോ? ഈ യുവതി പറയുന്നതനുസരിച്ച് ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ, കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ അവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതായിരിക്കുമോ? ഈ കുഞ്ഞിനെ എപ്പോഴും കാണാനുള്ള ഒരു ആഗ്രഹം കാരണം അത്തരം ഒരു മാനസികാവസ്ഥയാണെങ്കിൽ അതൊക്കെ കൃത്യമായും പരിശോധിക്കേണ്ടതാണ്. എത്ര നാൾ മുൻപാണ് ഈ സംഭവം നടന്നതെന്ന് അറിയണം. എന്നാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചത്? എത്ര ദിവസമായി കുഞ്ഞിൻ്റെ ഈ മൃതദേഹം ഫ്രിഡ്ജിലുണ്ട്? ഇത്തരം കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ പോലീസ്? മാർച്ച് 20-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് മാർച്ച് 20-ാം തീയതി രാത്രി 11 മണിയോട് കൂടിയാണ് തനിക്ക് 3 മാസം ഗർഭിണിയായിരുന്നു. താൻ വയറുവേദന തുടങ്ങിയതിനെ തുടർന്നാണ് ഗർഭം അലസിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് താൻ നഴ്സാണ്, അതായത് ആ ഒരു പരിചയം കൊണ്ട് തന്നെയാണ് തനിക്ക് തനിയെ അത് വേർപെടുത്താനാകും. അതുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ സഹായത്തോടു കൂടി അവരുടെ കയ്യിൽ നിന്നും കത്രിക വാങ്ങിച്ച ശേഷമാണ് താനത് വേർപെടുത്തിയതെന്ന് അപർണ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ടോം സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അതിന് കൂടുതൽ, അതായത് മരിച്ചുപോയ കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, ആ കാത്തിരിപ്പ് 3 മാസം കൊണ്ട് ഒടുങ്ങിപ്പോയി അല്ലെങ്കിൽ അവസാനിച്ചു പോയി എന്നുള്ളത് ഒരു പെയിൻ കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു അങ്ങനത്തെ ഒരു അതിൽ നിന്നാണ് ഈ ഭ്രൂണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതെങ്കിൽ അത് എന്തായാലും പോലീസിന് കണ്ടെത്താനാകും. അങ്ങനെയെങ്കിൽ അവർക്ക് ഈ കൗൺസിലിംഗ് പോലെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടി വരും. പ്രത്യേകിച്ചും മാനസികമായിട്ട് അവർ ഒരു കുഞ്ഞിൻ്റെ വരവാണ്. അതുപോലെ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ ഒരാളെ വീട്ടിലേക്ക് വരാൻ അവർ പ്രിപ്പയർ ആയിട്ടുണ്ടാവും. അതിൽ നിന്നുണ്ടായ മെന്റൽ ഷോക്കിന്റെ സാഹചര്യമായിരിക്കാം. ഇതിനെ സിവിയർ ആയിട്ടുള്ള മെന്റൽ ഷോക്ക് ഒന്നും കണക്കാക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പുതിയ ഒരാൾ അവർ പെട്ടെന്ന് ഇല്ലാതായതിൻ്റെ പെയിൻ, അത് അവരുടെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ അവശേഷിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും അവർ പക്ഷേ ഇങ്ങനെ ഒരു ഭ്രൂണം സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. കാരണം പൊക്കിൽ കൊടിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത്തരം അത് ചില ആചാരത്തിന്റെ ഭാഗമായിട്ടുമൊക്കെ അത് സൂക്ഷിച്ചു വെക്കാറുണ്ട്, അതല്ലെങ്കിൽ അത് കുഴിച്ചിടാറുണ്ട്. അങ്ങനത്തെ ആചാരങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരം ആചാരങ്ങളുടെ ഭാഗമായി ഏതാണ് ഒരു അവിശ്വസനീയമായ കഥ ആജ്ഞ? ഇതിനി ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിലോ മറ്റോ ഇങ്ങനെ സൂക്ഷിച്ചതായിരിക്കുമോ? അതോ പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ, ഇതിൻ്റെ ഒരു മനോവിഷമത്തിൽ, ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ സൂക്ഷിച്ചതായിരിക്കുമോ? അതോ ഈ ഒരു അന്ധവിശ്വാസമായിരിക്കുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ സംഭവത്തെക്കുറിച്ച് ഈ ദമ്പതികൾക്ക് മാത്രമാണ് അറിവുണ്ടായിരുന്നത്, അതോ മറ്റു കുടുംബാംഗങ്ങൾക്കും ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? എങ്ങനെയാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചത്? പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയുന്നത് ഇതിൽ പ്രത്യേകിച്ചും ഈ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങുന്നതും ഈ ദമ്പതിമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് അപർണ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇതിൽ തനിക്ക് 3 മാസം താൻ ഗർഭിണിയായിരുന്നു, തനിക്ക് ഇത്തരത്തിലൊരു ഗർഭഛിദ്രം ഉണ്ടാവുകയും ആ കുഞ്ഞിന്റെ ഭ്രൂണം, ആ മരിച്ച കുഞ്ഞിന്റെ ആ സൈഗോട്ട്, ഈ ഫീറ്റസ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതും ചെയ്തത്. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ കൊടുങ്ങല്ലൂരിലെ ഫ്ലാറ്റിൽ ഫ്രിഡ്ജിനുള്ളിലാണ് 3 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. കുഞ്ഞിന് താൻ തന്നെയാണ് ജന്മം നൽകിയത്, അതായത് മാസം തികയാതെ പ്രസവിച്ചതാണ്. കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഫ്രിഡ്ജിൽ അതിനോടുള്ളൊരു മാനസിക അടുപ്പം കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.